ശ്രീരാജു പി നായർ, ഇപ്പോൾ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞത് CPM വിട്ട പ്രധാനപ്പെട്ട നേതാക്കളെയാണ്. ഇപ്പോൾ നിങ്ങളുടെ UDF മുന്നണിയിൽ നിന്ന് തന്നെ ലീഗിൽ നിന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണിയതാ ഇറങ്ങാനായി നിൽക്കുന്നു, CPMുമായി ചർച്ച നടത്തുന്നു, തിരൂരോ താനൂരോ ഏത് വേണമെങ്കിലും തരാമെന്നാണ് അവിടെ CPM നേതാക്കൾ പറയുന്നത്. അതൊരു ചോദ്യം. രണ്ടാമത്തത്, നിങ്ങളൊരു വിശാല പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുകയാണ്, അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ് സണ്ണിയം കബിക്കാട്, CK ജാനു തുടങ്ങി ദളിത് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ചെയ്തു. അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകി. ഇപ്പോഴിതാ പറയുന്നു സീറ്റില്ല എന്ന്. അപ്പോൾ അത് അവരെ പറ്റിച്ച പോലെ ആയി എന്നുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും വരികയാണ്. അല്ല, ഇറങ്ങാനായി നിൽക്കുന്നവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരെ ഇറങ്ങിക്കഴിയുമ്പോൾ പറഞ്ഞാൽ പോരെ, അതല്ലാതെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാൻ കഴിയില്ലല്ലോ. അങ്ങ് സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. അല്ല, വരട്ടെ, അങ്ങനെ പോയി എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വരട്ടെ, ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ഞാനിപ്പോൾ ചർച്ചയ്ക്ക് കയറുന്നവരെ ഇവർ രണ്ടുപേരും അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് വരികയാണെങ്കിൽ അപ്പോൾ സംസാരിക്കാം. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ സീറ്റ് നൽകുന്നത്, ഈ സീറ്റ് വാഗ്ദാനങ്ങളൊന്നും നടന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലൊരു സീറ്റ് വാഗ്ദാനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് പാർട്ടികളുടെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ്. ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ പല ഘടകങ്ങൾ ചിന്തിക്കും. ആ പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്. വിശാലമായ പ്ലാറ്റ്ഫോമിലേക്ക് അവരെയൊക്കെ പരിഗണിക്കുമ്പോൾ അവരെ ഈ മുന്നണിയുടെ ഭാഗമാക്കുന്നു എന്ന് മാത്രമാണോ അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ അവർക്കൊരു അവസരവും അവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരത് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കവിടെ പാർട്ടിയിൽ ആളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പാർട്ടിയിൽ ആളില്ലെങ്കിൽ മത്സരിക്കാനുള്ളവരാണോ ഇവർ? അല്ല, അവസരവും പ്രാതിനിധ്യവും എല്ലാം ഞാൻ പറഞ്ഞല്ലോ പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും. അത് MLA സീറ്റും മാത്രവുമായിരിക്കില്ല. ഒരു UDF അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് പലതരത്തിലുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കപ്പെടും, അതുണ്ടാവും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയല്ല, മറിച്ച് കേരളം ഇടതുപക്ഷമായിരിക്കണമോ എന്ന് ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് CPM അല്ല. CPM അവരുടെ കോർപ്പറേറ്റ് വൽക്കരണം കൊണ്ട്, അവരുടെ കൺസൾട്ടൻസി ഭരണം കൊണ്ട്, വർഗീയത കൊണ്ട് ഇന്ന് തീവ്ര വലതുപക്ഷമായി മാറിയിരിക്കുന്നു. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഇടമില്ലാത്ത സ്ഥലമാണ്. അതാണ് BJPക്ക് പച്ച തൊടാൻ പോലും പറ്റാത്തത്. അവിടെ പിണറായി വിജയൻ കൂടി BJPയോടൊപ്പം ആ തീവ്ര വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന വിശാല പ്ലാറ്റ്ഫോം, ആ വിശാല പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ആ ഒരു ആശയ പോരാട്ടത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ദളിത് വിഭാഗങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ബജറ്റിൽ 500 കോടി വെട്ടിമാറ്റപ്പെട്ട ഒരു ബജറ്റായിരുന്നു ദളിത് വിഭാഗത്തിന്റെ. 3 റൂമുകളിലായിട്ട് 120 കുട്ടികൾക്ക് കിടന്നുറങ്ങേണ്ടി വന്ന ആദിവാസികളുടെ മാനന്തവാടിയിൽ അനുഭവമുണ്ട്. അപ്പൊ അവരുടെ ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. അപ്പൊ ഏറ്റവും കാതലായ ചോദ്യങ്ങൾ ഈ സമൂഹങ്ങൾ കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച അവഗണനയാണ്. ആ അവഗണന മാറ്റുമെന്നുള്ളതും അവർക്ക് ഒരു പുതുയുഗം നൽകും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിനൊപ്പമാണ് നിൽക്കുന്നത്. തീർച്ചയായും രാഷ്ട്രീയ അധികാരം വേണമെന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കും, എല്ലാ വ്യക്തികളും ചിന്തിക്കും. അത് പക്ഷേ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.